السلام عليكم ورحمة الله. الحمد لله رب العالمين. الحمد لله الذي شرع لنا الصيام والصلاة والزكاة والعبادات الصالحة، وهو الذي أرشدنا إلى الإسلام الصالح، وهو الذي علمنا ما لم نعلم، الذي لم يلد ولم يولد ولم يكن له كفوا أحد، وهو الذي أنزل القرآن في هذا الشهر العظيم، والصلاة والسلام على رسوله الكريم الأمين القائل: من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه، وهو الذي قال أيضا: الصيام والقرآن يشفعان. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹിച്ച പരിശുദ്ധ റമളാൻ അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ 10 പൂർണ്ണമായി നമ്മിൽ നിന്ന് വിട പറയാനിരിക്കുന്നു. നിർണായകമായ നിർണയത്തിൻ്റെ രാവ് ഉൾക്കൊള്ളുന്ന അവസാനത്തെ അനുഗ്രഹീത ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസീദാസന്മാരായി തീരുവാനും പോയ മാസങ്ങളിലെ 11 മാസ കാലയളവിലെ പാപങ്ങൾ പൊറുപ്പിച്ച് പുതുജീവിതത്തിന് നാമ്പിടാനും നാന്ദി കുറിക്കാനും വരാനിരിക്കുന്ന 11 മാസ കാലയളവിലേക്ക് വേണ്ട തഖ്വയുടെ പാതയം ഒരുക്കാനും സൽക്കർമ്മനിരതമായി സാംസ്കാരികമായി സദാചാരപരമായി സത്യവിശ്വാസി സമൂഹത്തിൻ്റെ സർവ്വ സദ്ഗുണങ്ങളും സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഉത്ബുദ്ധതയാണ് ഈ സമയത്ത് നമ്മൾ കാണിക്കേണ്ടത്. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ നമ്മൾ ചെയ്ത റമദാനിക ജീവിതത്തിലെ മുഴുവൻ കർമ്മങ്ങളും നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. വ്യക്തിവിശുദ്ധിയും കുടുംബ സാമൂഹിക ബന്ധങ്ങളിലെ വിശുദ്ധിയും അതുവഴി പടച്ച റബ്ബിലേക്ക് നിർവഹിക്കേണ്ടതും പടപ്പുകൾക്കിടക്ക് നിർവഹിക്കേണ്ടതുമായ സർവ്വകാര്യങ്ങളും യഥാവിധി നിർവഹിക്കുന്ന വിവേകമതികളായ വിശുദ്ധരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ ഈ വിജ്ഞാനവേദിയിൽ ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട വിഷയം സരളമാണെങ്കിലും നമ്മുടെ പ്രായോഗിക സാമൂഹിക ജീവിതത്തിലും മനുഷ്യബന്ധങ്ങളിലും ഇസ്ലാമികമായി പ്രാമാണികമായി ചിന്തിക്കുന്ന സമയത്ത് വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട, ഒരു വേള നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടാനും പരലോകത്ത് രക്ഷപ്പെടാനും സ്വർഗത്തിൽ കടക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമൊക്കെ നിമിത്തമാകുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അല്പസമയം എന്നോടും നിങ്ങളോടും സംസാരിക്കുവാനുള്ളത്. നിങ്ങളുടെ സജീവമായ ശ്രദ്ധ തിരക്കുകൾക്കിടക്കാണെങ്കിലും അല്പസമയം പ്രതീക്ഷിക്കുകയാണ്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഈ വിഷയം ജീവിതത്തിൻ്റെ അതാത് സമയങ്ങളിൽ പ്രാവർത്തികമാക്കുവാനുള്ള സൗഭാഗ്യവും സന്മനസ്സും സന്മാർഗവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ കളക്ഷൻ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന 10-20 വർഷമായി വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന മർക്കസു തഹ്ഫീദുൽ ഖുർആൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ പഠന മനന സംരംഭത്തിൻ്റെതാണ്. അതിൻ്റെ വലിയൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. മരണപ്പെട്ട ഖുർആൻ പരിഭാഷകൻ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയൊക്കെ അഡ്വൈസറായിരുന്ന വലിയ ഒരു സംരംഭം. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള 3 കോടിയോളം വരുന്ന 11,000 സ്ക്വയർ ഫീറ്റിൽ അധികമുള്ള വിശാലമായ സൗകര്യം ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവിടെ ഖുർആൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഖുർആൻ ഹാഫിളത്തുകളാകാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ മക്കളെ ഖുർആൻ മനഃപ്പാടമാക്കിയ കുട്ടികളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഖുർആൻ മനഃപ്പാടമാക്കുന്ന സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിലേക്ക് സ്വതക്കാ ജാരിയ നിലനിൽക്കുന്ന പ്രതിഫലം എന്ന നിലക്ക് മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണിത്. സ്വതക്കയാണ്. വിശുദ്ധ റമദാനിൻ്റെ അവസാന സമയം, ഖുർആൻ അവതരിക്കപ്പെട്ട മാസം, അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് 1 സ്ക്വയർ ഫീറ്റിന് 2000 രൂപയാണ്.
അപ്പോൾ മരിച്ച മാതാപിതാക്കളുടെ നിയ്യത്തിൽ നിങ്ങൾക്കത് നൽകാം. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക നിർവഹിക്കാം. അപ്പോൾ മരിച്ച മാതാപിതാക്കളോട് ഒന്നുമല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി പലതും പകുത്തു നൽകിയവരെ ഓർത്തുകൊണ്ട് ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുടെ ബർസഖിയായ ജീവിതത്തിലേക്ക് സമാധാനത്തിൻ്റെ സമാശ്വാസത്തിൻ്റെ ഒരു അനുഭൂതി ലഭിക്കുന്ന ഇടം കണ്ടെത്തി ആ കർമ്മങ്ങളിൽ ഭാഗവാക്കാകുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്കും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന നഷ്ടം സംഭവിക്കാത്ത കച്ചവടമൊക്കെ പുതിയ കാലത്ത് പശ്ചിമേഷ്യൻ അന്തരീക്ഷത്തിലും പോസ്റ്റ് കോവിഡ് പീരീഡിലുമൊക്കെ നഷ്ടലാഭങ്ങൾ കിടക്കാണ് എങ്കിൽ ഇത് തിജാറത്തല്ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. ഇതൊരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ആ ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവസാനത്തിൽ ഇതിൻ്റെ ബ്രോഷറും കാര്യം കൈപ്പറ്റിക്കൊണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ആ 2000 രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അത് കാലാകാലവും മരണാനന്തര ജീവിതത്തിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നന്മയിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ 1/2 സ്ക്വയർ ഫീറ്റ് 1000 രൂപ, അല്ലെങ്കിൽ 1/4 സ്ക്വയർ ഫീറ്റ് 500 രൂപ, അതല്ലെങ്കിൽ 2 സ്ക്വയർ ഫീറ്റ് സ്വതക്കാ ജാരിയ നിയ്യത്തിൽ നിങ്ങൾ തിരക്കിനിടക്ക് പോകുന്ന ആളുകൾ അതിലേക്ക് ഇൻഷാ അല്ലാഹ് അവിടെ പാത്രത്തിലേക്ക് നൽകി. എൻ്റെ മകൻ അവിടെയുണ്ട്, നിങ്ങൾക്കതല്ല എങ്കിൽ ക്ലാസ് അവസാനം വരെയുണ്ട് എങ്കിൽ അടുത്തറിഞ്ഞ് പരിചയപ്പെട്ട് സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നേരിട്ടും നിങ്ങൾക്ക് ഏൽപ്പിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് അറിയിക്കുകയാണ്. രണ്ടായിരുന്നാലും ആരൊക്കെ ഇനി അടുത്ത വർഷത്തെ റമദാനിലുണ്ടാകുമെന്ന് പറയാൻ സാധ്യമല്ല. ഓരോ റമദാനിനെയും കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മളും മക്കളും കുടുംബവും ഒക്കെ കോറിയിടേണ്ട ചിന്ത, ഇതെൻ്റെ അവസാനത്തെ റമദാനാണ്. എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ, ഇസ്ലാമിക ഉമ്മത്തിൻ്റെ കൂടെ ഇഫ്താറുകളിലും മസ്ജിദുകളിലും ജുമാഅകളിലും ജമാഅത്തുകളിലും തറാവീഹുകളിലും ഖുർആൻ പാരായണത്തിലും ഒക്കെയായി പടച്ചറബിലേക്ക് അടുത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ചാൻസും അവസാനത്തെ റമദാനുമാണ് ഇത്. ഇനിയൊരു ധർമ്മം നിർവഹിക്കാനും സക്കാത്തിൽ നിന്നൊരു ഭാഗം നീക്കിവെക്കാനും ഇതല്ലാതൊരു അവസരം ഇനി ലഭിക്കണമെന്നില്ല. കാരണം അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എല്ലാ വർഷവും ഇത് നിയ്യത്താക്കി കഴിഞ്ഞാൽ, അഥവാ ഇതെൻ്റെ അവസാനത്തെ റമദാനാണ് എന്ന് നമ്മൾ മനസ്സിരുത്തി കഴിഞ്ഞാൽ ഒരു വർഷം അത് യാഥാർത്ഥ്യമാകും. ഒരു വർഷത്തെ റമദാൻ കഴിഞ്ഞ് അടുത്ത വർഷത്തെ റമദാനിൽ നമ്മളില്ലാതെ മരിച്ചു പിരിയും. പല മരണങ്ങളും നമ്മൾ കണ്ടതാണ്. കാത്തിരുന്നവരൊക്കെ കാണാമറയത്തേക്ക് പോയതാണ്. വല്യങ്ങാടിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പോകേണ്ടിയിരുന്ന സഹോദരങ്ങൾ ഭീമ വീണ് മരിച്ച വാർത്തയും അതിൻ്റെ നേർസാക്ഷ്യവും ഒക്കെ അനുഭവിച്ചവരാണ് നമ്മൾ. അവസാനത്തെ 10-നെയും ഒറ്റയിട്ട രാവിനെയും വരാനിരിക്കുന്ന റമദാനിനെയും ഒക്കെ കണ്ടുമുട്ടുമെന്ന് നമുക്ക് പ്ലാൻ ഉണ്ടാകും. പക്ഷേ പടച്ച റബ്ബാണ് ബെസ്റ്റ് പ്ലാനർ എന്ന് പറയുന്നത്. ഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു വഫൗഖ തദ്ബീരിനാ ലില്ലാഹി തദ്ബീറു. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം പടച്ച റബ്ബിന് ചില കണക്കുകൂട്ടലുകളുണ്ട്. അതിൽ ആയുസ്സിന്റെ അളവ് അള്ളാന്റെ സവിധത്തിലാണ്. കിട്ടുന്ന അവസരം നന്മക്ക് മാത്സര്യ ബുദ്ധിയോടെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 2ാമത്തെ 10ന്റെ അവസാനത്തെ സമയത്ത് നമ്മുടെ റമദാനിക ജീവിതത്തിൽ ഈ 11 മാസത്തിന് ശേഷം കടന്നു വന്ന അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമായ 10-20ഓളം ദിനങ്ങൾ കിട്ടിയിട്ട് നമ്മുടെയും മക്കളുടെയും കുടുംബത്തിൻ്റെയും കറണ്ട് സ്റ്റാറ്റസ് ധർമ്മത്തിൽ, ഭക്തിയിൽ, സൂക്ഷ്മതയിൽ, സദാചാരത്തിൽ, ദീനീബോധത്തിൽ, പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, അനുഷ്ഠാനമുറയിൽ, തിലാവത്തിൽ, ഖുർആനിൽ, അർത്ഥപഠനത്തിലൊക്കെ നമ്മൾ ആലോചിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി അവസാനത്തെ 10ലേക്ക് പ്രവാചകൻ പ്രവേശിക്കുമ്പോൾ ഉടുതുണി മുറുക്കിയെടുത്ത് കുടുംബത്തെ വിളിച്ചുണർത്തി രാവിനെ സജീവമാക്കിയിരുന്നു എന്നാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചിന്തയിലുണ്ടാകണം. പല ക്ലാസ്സുകളിലും ഇത്തരം ആമുഖങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടാകും. ലഭിക്കുന്ന അറിവിനെ ഉപകാരപ്പെടുന്ന അമലുകളാക്കി തീർക്കണമെന്ന് സവിനയം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ ബന്ധങ്ങളിൽ വളരെ വളരെ പ്രധാനമായി നമ്മൾ പരിപാലനമാക്കേണ്ട, കാത്തു സൂക്ഷിക്കേണ്ട അയൽപ്പക്ക ബന്ധങ്ങളെക്കുറിച്ചാണ്. എല്ലാ ബന്ധങ്ങളിലും വിശ്വാസി എന്ന നിലക്ക് എല്ലായ്പ്പോഴും നല്ല നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് മതം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിക്കുന്ന ഏതൊക്കെ പദവികളിലും, ജീവിതത്തിൻ്റെ ഏതൊക്കെ നിമിഷങ്ങളിലും, ജീവിതത്തിൻ്റെ യാത്രകളിലുമൊക്കെ നമ്മൾ മകനാകും, മകളാകും, സഹോദരനാകും, സഹോദരിയാകും, അതേപോലെ മാതാവാകും, പിതാവാകും, ഭാര്യയാകും, ഭർത്താവാകും, അയൽവാസിയാകും, ജോലിക്കാരനാകും, ഉദ്യോഗസ്ഥനാകും, തൊഴിലാളിയാകും, മുതലാളിയാകും. പല രൂപത്തിലുള്ള പ്രൊഫഷൻ പദവികളിലൂടെ, ഉത്തരവാദിത്തങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. ആ സമയത്തൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് പർപ്പസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആമുഖമായി ഞാൻ ഓതിവെച്ച വിശുദ്ധ ഖുർആനിൽ 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, മരണവും ജീവിതവും നാം സംവിധാനിച്ചിട്ടുള്ളത്
ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ പരീക്ഷണത്തിൽ നമുക്കും നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കുമൊക്കെ വിജയിക്കാൻ കഴിയണം. അതിന് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെയും ജീവിതത്തിലേക്ക് സ്വാഭാവികമായി കടന്നു വരുന്ന ജീവിത യാത്രയിലെ വിവിധ ജീവിതത്തിലെ നമ്മുടെ പ്രായ വ്യത്യാസം അനുസരിച്ച് ഏറ്റെടുക്കുന്ന പദവികളെയും ഒക്കെ നമ്മൾ അതിൻ്റെതായ ഭംഗിയിലും ഭക്തിയിലും നിറവേറ്റണം. എന്നിട്ട് അഹ്സനു അമല എന്ന ആയത്തിനോട് നീതി പുലർത്തണം. അള്ളാഹു അതെല്ലാം നന്നാക്കി തീർക്കാൻ, ഉത്തരവാദിത്ത പൂർണ്ണതയിൽ നിർവഹിക്കാൻ നമുക്ക് വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ ആ ബന്ധങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ബന്ധമാണ് അയൽപ്പക്ക ബന്ധം. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 36-ാമത്തെ ആയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു പറയാ, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈഅ, ആ റബ്ബിൽ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്, വൽ യതാമ, അതേപോലെ യതീമുകൾക്ക്, വൽ മസാകീന, അഗതികൾക്ക് മിസ്കീനുകൾക്ക്, വൽ ജാരിദിൽ ഖുർബ, അടുത്ത കുടുംബ ബന്ധമുള്ള അയൽവാസിക്ക്, വൽ ജാരിൽ ജുനുബ്, അകന്ന കുടുംബ ബന്ധമില്ലാത്ത അയൽവാസിക്ക്, വസ്സാഹിബി ബിൽ ജംബി, നമ്മുടെ അടുത്ത് സഹവസിക്കുന്നവർക്ക്, വബിനിസ്സബീലി, യാത്രക്കാർക്ക്, വമാ മലക്കത്ത് ഐമാനുക്കും, നമ്മുടെ കുടുംബത്തിലോ ജോലിസ്ഥലങ്ങളിലോ നമുക്ക് കീഴിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ വിഷയത്തിലും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, ആഢ്യത്വം കാണിക്കുന്നവരെ, അഹങ്കരിക്കുന്നവരെ, കിബർ കാണിക്കുന്നവരെ പടച്ചറബ് ഇഷ്ടപ്പെടുകയില്ല എന്ന്. ചില ആയത്തുകൾ അവസാനിക്കുമ്പോൾ മേൽപ്പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം അറിയിച്ചുകൊണ്ട് ഒരു ഫിനിഷിംഗ് ആയിരിക്കും ആ ആയത്തുകളുടെ സമാപനത്തിനുണ്ടാകുക. മേൽപ്പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ എന്താ? അള്ളാനെ ആരാധിക്കണം, അവനിൽ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം പടപ്പുകൾക്കിടക്ക്, സൃഷ്ടികൾക്കിടക്ക്, അതിൽ തന്നെ ബന്ധങ്ങൾക്കിടക്ക് നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ മിസ്കീനുകളുണ്ട്, അയൽവാസികളുണ്ട്, യാത്രക്കാരുണ്ട്, അതേപോലെ തന്നെ സഹവസിക്കുന്നവരുണ്ട്, നമ്മുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവരുണ്ട്, കൂടെ ജീവിക്കുന്നവരൊക്കെയുണ്ട്. എന്നിട്ട് അവസാനത്തിൽ പറഞ്ഞത് അഹങ്കരിക്കുന്നവരെ, കിബിർ കാണിക്കുന്നവരെ, ആഢ്യത്വം കാണിക്കുന്നവരല്ല ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ ബന്ധങ്ങളിൽ, അയൽവാസികളിലോ അഗതികളിലോ പാവപ്പെട്ടവരിലോ നിരാലംബരിലോ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പലപ്പോഴും നമുക്കതിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ പറ്റാതെ വരുന്നത്, ജീവിതത്തിൽ ഏറ്റവും നല്ല നിലപാട് സ്വീകരിക്കാനും സഹവാസം ഉറപ്പിക്കാനും കഴിയാതെ വരുന്നതിൻ്റെ കാരണം കിബർ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ്, അഹങ്കാരം കടന്നു വരുമ്പോഴാണ്. മേൽപ്പറഞ്ഞ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വിഭാഗങ്ങളോട് പലപ്പോഴും അവരാരാണ് എന്ന ചിന്ത സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകൽ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് മേൽപ്പറഞ്ഞ വിവിധ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തിൽ നമ്മുടെ വിഷയമുണ്ട് അടുത്ത അയൽവാസി, അകന്ന അയൽവാസി, കുടുംബ ബന്ധമുള്ള അയൽവാസി എന്ന്. അപ്പൊ അതിന്റെ വിശകലനമായി തഫ്സീർ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ അയൽവാസിയെ 3 വിഭാഗമാക്കാവുന്നതാണ്. ഒന്ന്, കുടുംബ ബന്ധമുള്ളവൻ, അതേപോലെ തന്നെ മുസ്ലിം ആയവൻ, അയൽവാസി ആയവൻ. നമ്മുടെ അടുത്ത് ജീവിക്കുന്നവരിൽ കുടുംബ ബന്ധമുള്ള മുസ്ലിമായ അയൽവാസി. അപ്പൊ അയൽവാസിയുമാണ്, കുടുംബ ബന്ധുവുമാണ്, മുസ്ലിമുമാണ്. അപ്പൊ ആ കാറ്റഗറി. രണ്ടാമത്തേത് 2 അവകാശമുള്ളവരാണ്, അഥവാ മുസ്ലിമുമാണ്, അയൽവാസിയുമാണ്, കുടുംബ ബന്ധമില്ല, മുസ്ലിമുമാണ്, അയൽവാസിയുമാണ്. മൂന്നാമത്തേത് 1 അവകാശമുള്ളവർ. അതാരാണ്? അയൽവാസി, മുസ്ലിമുമല്ല, കുടുംബ ബന്ധുവുമല്ല, അയൽവാസിയാണ്, സഹോദര സമുദായത്തിൽപ്പെട്ടവർ. ഇങ്ങനെ 3 വിഭാഗം അയൽവാസികളാണ് നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിൽ ഉണ്ടാകുക. ഇതിൽ ഏത് വിഭാഗത്തോടായിരുന്നാലും അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ആ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അയൽപ്പക്ക ബന്ധങ്ങളിൽ ഈ 3 വിഭാഗങ്ങളിൽ ആരായിരുന്നാലും, നമ്മുടെ അയൽപ്പക്കത്ത് ആരായിരിക്കട്ടെ, അവർ നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണം ഉറപ്പുവരുത്തേണ്ടവരാണ്, ഉറപ്പുവരുത്തുന്നവരാണ്. അതെങ്ങനെയാണ്? ഒരാളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് തൊട്ടയൽപ്പക്കത്തുള്ള ആളുകളുമായി ഏത് രൂപത്തിലാണ് പെരുമാറുന്നത്, സമീപിക്കുന്നത് എന്നതിനെ ആസ്പദിച്ചുകൊണ്ടാണ്. അപ്പൊ ഈമാൻ ഒന്നാമത്തെ പോയിന്റ് അതാണ്. നമ്മുടെ വിശ്വാസ വിശുദ്ധിയും വിശ്വാസ പൂർത്തീകരണത്തിന്റെയും ഘടകമാണ് അയൽപ്പക്ക ബന്ധങ്ങളിലെ ഊഷ്മളത, മാന്യത എന്ന് പറയുന്നത്. അൻ അബീ ശുറൈഹിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ പറയുക,
വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവാണേ വിശ്വാസിയാവുകയില്ല. വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവാണേ വിശ്വാസിയാവുകയില്ല. വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലാ യുഅ്മിനു, വിശ്വാസിയാവുകയില്ല. ഈ ഹദീസിൽ 3 തവണ പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞതാണ്. പ്രവാചകനും അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. സഹാബികൾ അങ്ങനെ ആകാംക്ഷയോടെ അസ്വസ്ഥരായി കേൾക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഇരുന്ന പ്രവാചകൻ വിശ്വാസിയാവുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഞങ്ങളെക്കുറിച്ചാണോ? അങ്ങനെയെങ്കിൽ ആ വിഷയം ഗൗരവമാണല്ലോ. അതുകൊണ്ടാണല്ലോ 3 തവണ ആവർത്തിച്ചുകൊണ്ട് പ്രവാചകൻ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, ഖീല വമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ആരാണ് അവര് വിശ്വാസിയാവുകയില്ല എന്ന് താങ്കൾ 3 തവണ പറഞ്ഞുവല്ലോ എന്ന്. ആ സമയത്ത് ഖാല, പ്രവാചകൻ പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു, അല്ലദീ ലാ യഅ്മനു ജാറുഹു, അയൽവാസി നിർഭയനാകുകയില്ല, അയൽവാസിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. ബവായിഖഹു, തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ ഉപദ്രവം. അപ്പൊ നമ്മൾ അയൽവാസിയായിരിക്കെ നമ്മുടെ ഉപദ്രവം, നമ്മുടെ പ്രയാസം കൊണ്ട് നമ്മുടെ സമീപത്തുള്ള അയൽവാസിക്ക് സമാധാനത്തോടെ, നിർഭയത്വത്തോടെ, സഹവർത്തനത്തോടെ ജീവിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അവൻ വിശ്വാസിയാവുകയില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസ് ഒക്കെ പ്രവാചകന്റെ ഹദീസിലൂടെ കടന്നുപോയാൽ തന്നെ ഈ വിഷയത്തോട് നീതി പുലർത്താൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം, വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ. അതിനുള്ള സമയമേ നമുക്കുമുള്ളൂ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും പടച്ചറബിലും വിശ്വസിക്കുന്നവരാരാണോ? അപ്പൊ വിശ്വാസത്തിൽ അന്ത്യദിനത്തിലുള്ള വിശ്വാസം, പടച്ചറബിലുള്ള വിശ്വാസം, മൗലികമായ ഇസ്ലാമിലെ 2 വിശ്വാസ കാര്യങ്ങളാണ്. പരലോകത്തിൽ വിശ്വസിക്കുക, പടച്ചറബിൽ വിശ്വസിക്കുക എന്നത്. ഈ 2 വിശ്വാസവും നിലനിർത്തുന്നത് ആരാണോ അവരുടെ മേലുള്ള ബാധ്യത ഫൽ യുക്രിം ജാറഹു, അവൻ അവന്റെ അയൽവാസിയെ റെസ്പെക്ട് ചെയ്യട്ടെ എന്ന് പറയാ. അയൽവാസി അവൻ ആദരിക്കട്ടെ, അയൽവാസി അവൻ മാനിക്കട്ടെ, അയൽവാസി അവൻ ബഹുമാനിക്കട്ടെ എന്ന് പറയാൻ. അവൻ നമ്മൾ അയൽവാസിയെ നിന്ദിക്കുകയാണ് എങ്കിൽ, അപമാനിക്കുകയാണ് എങ്കിൽ, ബഹുമാനിക്കുന്നില്ല എങ്കിൽ നമ്മൾ പടച്ചറബിൽ വിശ്വസിക്കുന്നു, പരലോകത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാം. പ്രവർത്തന പദത്തിൽ ആ വിശ്വാസത്തിന്റെ തിളക്കവും അതിന്റെ പ്രതിഫലനവും ഇല്ല എന്ന് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. അടുത്ത ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അല്ലാഹുവിലും ആരാണോ വിശ്വസിക്കുന്നത് എങ്കിൽ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, അവൻ അവന്റെ അയൽവാസിക്ക് സുഹൃതം ചെയ്തു കൊള്ളട്ടെ, നന്മ ചെയ്തു കൊള്ളട്ടെ എന്നാണ്. ഞാൻ റബ്ബിൽ വിശ്വസിക്കുന്നവളാണ്, ഞാൻ റബ്ബിൽ വിശ്വസിക്കുന്നവനാണ്, അതുകൊണ്ട് എൻ്റെ അയൽവാസിക്ക് ആ നന്മ ലഭിക്കേണ്ടതുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ 2 വിശ്വാസത്തിനും മങ്ങലേൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസ്, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിൽ പ്രവാചകൻ പറയാം, അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിലാണ്, മാ ആമന ബി, എന്നിൽ വിശ്വസിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതിൽ വിശ്വാസത്തിലെ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, പരലോകത്തിൽ വിശ്വസിച്ചിട്ടില്ല എന്നാണ് എങ്കിൽ ഇവിടെ പ്രവാചകൻ ഡയറക്റ്റായി പ്രവാചകനിൽ വിശ്വസിച്ചിട്ട എന്ന് പറയാ. നമ്മളൊക്കെ പ്രവാചകനിൽ വിശ്വസിച്ചവരാണ്, അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്, പ്രവാചക ചര്യകളിലൊക്കെ നമ്മൾ സജീവ താല്പര്യം കാണിക്കുന്നവരാണ് എങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകനുള്ള വിശ്വാസം ശരിയായിട്ടുണ്ടോ എന്നാലോചിക്കുക. മാ ആമന ബി, എന്നിൽ വിശ്വസിച്ചിട്ടില്ല. മൻ ബാത ശബആൻ, വയറ് നിറച്ച് രാത്രി കഴിച്ചു കൂട്ടിയവൻ, ഭക്ഷണം കഴിച്ച് വിശപ്പടക്കി രാത്രി കഴിച്ചു കൂട്ടിയവനാണ്. വജാറുഹു ജായ, എന്നാൽ അവന്റെ അയൽവാസി വിശക്കുന്നവനായിരിക്കെ, അയൽവാസി വിശക്കുന്നവനായിരിക്കെ നമ്മളും കുടുംബവും ഒക്കെ പശി അടച്ച് ഭക്ഷണം കഴിച്ച് വിശപ്പൊക്കെ മാറ്റി നമ്മൾ വളരെ അന്തസ്സോടെ കിടന്നുറങ്ങുകയാണ്. തൊട്ട അയൽപ്പക്കത്ത് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിലുള്ള അധ്വാനത്തിന് പോയ മനുഷ്യൻ ജോലിക്കിടക്ക് പരിക്ക് പറ്റി വീട്ടിൽ കിടക്കുന്നുണ്ട്. കുടുംബ ബന്ധുക്കളൊന്നുമില്ല, നമ്മുടെ അയൽവാസിയുമാണ്. ആ അയൽവാസിയുടെ വീട്ടിലെ അടുപ്പ് പുകയുന്നതിന് വേണ്ടി, ആ അയൽവാസിയുടെ മക്കൾക്ക് ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെട്ടിട്ടില്ല എങ്കിൽ, അവിടേക്ക് സന്ദർശനം നടത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ പ്രവാചകനിൽ വിശ്വസിച്ച് നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, എഴുത്തിക്കാഫിന് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അയൽപ്പക്കത്തുള്ള മനുഷ്യന്റെ സ്ഥിതികൾ മനസ്സിലാക്കി അവസരോചിതമായ ഇടപെടലുകൾ നടത്തുക എന്നത് ആത്മീയ ജീവിതത്തിന്റെ അതിപ്രധാനമായ കാര്യമായി പഠിപ്പിക്കുകയാണ്. കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരെ പരിഗണിക്കാതെ, പരിചരിക്കാതെ, ചേർത്ത് പിടിക്കാതെ, കണ്ണുകൊണ്ട് കാണാത്ത പടച്ചറബിനെ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് അർത്ഥം നഷ്ടപ്പെട്ട ആത്മീയതയാണ്, അർത്ഥപൂർണമായ ആത്മീയതയാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തെ, അയൽപ്പക്ക ബന്ധങ്ങളെ, മനുഷ്യബന്ധങ്ങളെ കൂടുതൽ സർഗാത്മകവും സാംസ്കാരികവും വിശ്വസ്തവും മാന്യവുമാക്കി തീർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അയൽപ്പക്കത്തേക്ക് ഇറങ്ങിത്തിരിക്കണം, അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കണം. അകത്ത് നോമ്പും പുറത്ത് പെരുന്നാളുമായി കഴിയുന്ന ആളുകൾ ഉണ്ടാകും.
ഞാൻ പറയും നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവും. പുറത്ത് കാണുമ്പോൾ ഒരു കുഴപ്പമുണ്ടാകൂല, ചിരിക്കും, അതാണ് പുറത്ത് പെരുന്നാൾ. അകത്ത് നോമ്പായിരിക്കും. വീട്ടിലേക്ക് നോമ്പ് തുറക്കാനുള്ള ഒരു വെത്തൊക്കെ കൊണ്ടുപോയിട്ട് ദിനങ്ങൾ പിന്നിട്ടിട്ടുണ്ടാകും. തൻ്റെ മക്കൾക്ക് പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതിനെ കുറിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുന്നുണ്ടാകും. അങ്ങനെ നൊമ്പരപ്പെടുന്ന അയൽപ്പക്കങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ വിഷയത്തിൽ ഇടപെടുകയും അവർക്ക് വേണ്ട അന്നം നീക്കിവെക്കുകയും കിറ്റ് കൊണ്ടുപോയി കൊടുക്കുകയും ഭക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് പ്രവാചകനുള്ള വിശ്വാസം ഉറപ്പുവരുത്തുക എന്നതിൻ്റെ ഭാഗമാണ്. കേരളീയ പരിസരത്ത് മലയാളികൾക്കിടക്ക് ഇസ്ലാമിന് പ്രചാരം കിട്ടിയതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചില കൾച്ചറുകളൊക്കെ ഉണ്ടായിരുന്നു. മാലിക് ബിൻ ദിനാറും സംഘവും ഒക്കെ കേരളത്തിലെത്തിയിട്ട് അവർ പ്രചണ്ഡമായ പ്രഭാഷണ പരിപാടികളിലൂടെ അല്ല ഇസ്ലാമിൻ്റെ പ്രതിനിധാനവും ഇസ്ലാമിൻ്റെ പ്രബോധനവും അതിൻ്റെ മർമാർത്ഥത്തിൽ നിർവഹിച്ചത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അവരിങ്ങനെ ഒരു ഭാഗത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് അയൽവാസികളുണ്ട് എങ്കിൽ വൈകുന്നേര സമയമാകുമ്പോൾ മഗ്‌രിബിനോടടുത്ത സമയത്ത് അവർ അയൽവാസികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. എന്നിട്ട് അയൽപ്പക്കത്തെ വീടുകളിൽ ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടല്ലോ, സേഫ് സോണിലല്ലേ നിങ്ങൾ, സുരക്ഷിതരല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുക. ആ സമയത്ത് അയൽവാസികൾ ചോദിച്ചു എന്നാണ്. നിങ്ങൾ ആരാണ് അങ്ങനെ ചോദിക്കാൻ? അല്ല, ഞങ്ങൾ നിങ്ങളുടെ അയൽവാസിയാ, നിങ്ങളുടെ പരിസരത്താപ്പം ഞങ്ങൾ ജീവിക്കണത് എന്ന്. അതിനെന്താ വേണ്ടത്? അല്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ്, പ്രവാചക അനുയായികളാണ്, ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നവരാണ്, വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അയൽപ്പക്കത്തുള്ള അവസ്ഥ ഞങ്ങൾക്കറിയണം. നിങ്ങളുടെ ഭക്ഷണം ഉറപ്പുവരുത്തിയതിന് ശേഷമല്ലാതെ ഞങ്ങൾക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും കഴിക്കാനും അന്തിയുറങ്ങാനും സാധ്യമല്ല എന്ന ആത്മീയതയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വന്ന് അന്വേഷിക്കുന്നത് എന്ന്. അത് കേട്ട് ഇസ്ലാമിനെ അടുത്തറിയുകയാണ്, ഇസ്ലാമിനെ മനസ്സിലാക്കുകയാണ്. ഇതെന്തൊരു ഇസ്ലാമാണ്, ഇതെന്തൊരു പ്രവാചകനാണ്. അന്യനായി കണക്കാക്കാൻ കഴിയുന്ന കാമ്പും കാതലുമുള്ള ജീവിത പദ്ധതിയാണ് എങ്കിൽ ഇത് മനോഹരമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയൽപ്പക്ക ഇടപെടലിന്റെ അതിമനോഹരമായ നിമിഷങ്ങളിലൂടെ ഇസ്ലാമിന്റെ ആദർശ തനിമയിലേക്ക് ഇന്നലകളിൽ മലയാളികൾക്കിടക്ക് ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നു എന്നാണ് ചരിത്രം. അതൊക്കെ വീണ്ടെടുക്കേണ്ട കാലമാണ്. വർഗീയ ധ്രുവീകരണങ്ങളെ വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമോഫോബിയ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് XY ടീമുകൾ സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തി അയൽപ്പക്കത്തെങ്കിലും ഇറങ്ങിച്ചെന്ന് അമുസ്ലിമെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ഇസ്ലാമിനെ സഹവർത്തനത്തിലൂടെ പ്രതിനിധീകരിക്കാനും ക്ഷേമപ്രവർത്തനങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുവാനും അതിൻ്റെ നേട്ടവും നന്മയും അവർക്ക് പകുത്തു കൊടുക്കുവാനുമുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് പറയാൻ അത് പ്രവാചകനിലുള്ള വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. അടുത്ത ഹദീസ് അനസിൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വല്ലദീ നഫ്സി ബിയദിഹി, ആരിലാണോ എൻ്റെ ആത്മാവുള്ളത് എങ്കിൽ അവനാണ് സത്യം. പ്രവാചകൻ പറയാ, അഥവാ അല്ലാഹു ആണേ സത്യം. ലാ യുഅ്മിനു അബ്ദുൻ, ഒരു അടിമയും വിശ്വാസിയാവുകയില്ല. അയൽപ്പക്ക ബന്ധത്തിന്റെ വിശ്വാസമാനങ്ങളെ കുറിച്ചാണ് പ്രഥമ പോയിന്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാ യുഅ്മിനു അബ്ദുൻ, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഹത്താ യുഹിബ്ബ ലിജാരിഹി, താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ അയൽവാസിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാതെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകൂല. ഈ കാലുഷ്യ കാലത്ത് ഈഗോയും വാശിയും അസൂയയും ഈർഷ്യതയും അയൽപ്പക്ക ബന്ധങ്ങളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് പടച്ചറബിന്റെ റസൂല് നൽകുന്ന കണ്ടംപററിയായ ഫിലോസഫിക്കൽ തോട്ടാണത്. അതിമനോഹരമായ ചിന്ത. അയൽപ്പക്ക ബന്ധങ്ങൾ നല്ല രൂപത്തിലാകുന്നതിന് വേണ്ടി താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ അയൽവാസിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ആത്മീയതയുടെ ആത്മസംസ്കരണ അന്തസ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് കാറുണ്ടാകുമ്പോൾ എൻ്റെ അയൽവാസിയും സാമ്പത്തികമായി വളർന്നു വരട്ടെ, ഞാൻ എൻ്റെ വീട് മനോഹരമാക്കുമ്പോൾ എൻ്റെ അയൽവാസിക്കും പടച്ചറബ്ബെ അതിന് നീ തൗഫീക്ക് നൽകി, എൻ്റെ മക്കളും ഞാനും ഒന്നിച്ച് നല്ല ഇസ്ലാമിക സംസ്കാരത്തിൽ ജീവിച്ചു പോകുമ്പോൾ എൻ്റെ അയൽപ്പക്കത്ത് പാവം മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു എന്ന് അറിയുന്നു, അവർക്ക് നീ നന്നാക്കി കൊടുക്കുക, അനുഗ്രഹം ചൊരിയെ എന്ന നിലക്ക് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ തൻ്റെ അയൽവാസിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാതെ നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നും പ്രവാചകൻ പറയാം. മറ്റൊരു ഹദീസിൽ വഹ്സിൻ, നീ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം, അതിൽ നീ അടിയുറച്ചു നിൽക്കണം. പ്രത്യേകിച്ച് ഇലാ ജാരിക, നിന്റെ അയൽവാസിക്ക് നന്മകൾ അങ്ങനെ ചെയ്യണേ. തകുൻ മുഅ്മിനൻ, ചെയ്യുന്നിടത്തോളം നീ വിശ്വാസിയായി തീരും. കണ്ടോ, ചെയ്യുന്നിടത്തോളം നീ വിശ്വാസിയായി തീരുകയാണ് എന്ന് പറയാൻ. അപ്പോൾ ഒന്നാമതായി, അത് ഞാൻ ഫിനിഷ് ചെയ്യണം ആ ഭാഗം. ഒന്നാമതായി പരലോകത്തിലും പടച്ച റബ്ബിലും പ്രവാചകനിലും വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവ് അയൽപ്പക്ക ജീവിതത്തിന്റെ നന്മയിലാണ് കുടിക്കൊള്ളുന്നത് എന്ന് തിരിച്ചറിയുക. ഇനി രണ്ടാമതായി, അള്ളാന്റെ അടുക്കൽ ആരാണ് ശ്രേഷ്ഠര്? നമ്മൾ അള്ളാന്റെ അടുക്കൽ പദവി വർദ്ധിക്കാൻ വേണ്ടിയാണ് പല കർമ്മങ്ങളിലൂടെ മാത്സര്യ ബുദ്ധിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, വിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ പ്രവാചകൻ പറയാൻ അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരിഹി,
നിങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമരായ അയൽവാസികൾ ആരാണ്? നിങ്ങളിലെ ഉത്തമരെ ഖൈറുഹും ലിജാരിഹി, തൻ്റെ അയൽവാസിയോട് ആരാണോ ഏറ്റവും ഉത്തമരായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നത്, ആ രൂപത്തിൽ സഹവസിക്കുന്നത് എങ്കിൽ, ഗുണം ചെയ്യുന്നത് എങ്കിൽ അവരാണ് നിങ്ങളെ ഉത്തമർ എന്ന് പറയുക. ആ പ്രവാചക ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ ഉത്തമർ എന്ന കോളത്തിൽ സ്ഥിരം പിടിക്കണമെങ്കിൽ ദ ബെസ്റ്റ് എമംഗ് യു എന്ന് പറയുന്നത് ദോസ് ഹു ആർ ബിഹേവിയറിങ്, ആരാണോ ഏറ്റവും നല്ല രൂപത്തിൽ ഡീലിംഗ് പെരുമാറുന്നത് വിത്ത് നൈബർഹുഡ് ലൈഫ്, അയൽപക്ക ജീവിതത്തിൽ ഏറ്റവും നല്ല സഹവാസം നടത്തുന്നവരാണ് ദ ബെസ്റ്റ് എമംഗ് യു, നിങ്ങളിലെ ഉത്തമർ എന്ന് പറയാൻ. ഇനി മൂന്നാമതായി ആരാണ് നല്ലവര്, ആരാണ് ചീത്ത, ആരാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. പ്രവാചകരെ, ഞാൻ നല്ല മനുഷ്യനാണ്, പ്രവാചകരെ ഞാൻ നല്ലവളാണ്, അല്ലെങ്കിൽ ഞാൻ ചീത്തയാണ്, ഞാൻ ചീത്തയുള്ളവനാണ് എന്ന്, മോശക്കാരനാണ്, മോശക്കാരിയാണ് എന്ന് ആര് പറഞ്ഞാലാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? ആരിലൂടെയാണ് നന്മ തിന്മയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ അൻ അബ്ദില്ലാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറയാ, ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഖാല റജുലുൽ റസൂലില്ലാഹി, പ്രവാചകനോട് പറഞ്ഞു, കൈഫലി, പ്രവാചകൻ എനിക്ക് എങ്ങനെയാണ് അറിയാ? അൻ അഅലമ ഇദാ അഹ്സൻതു, ഞാൻ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നന്മയാണ് ചെയ്തത് എങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടൽ? വഇദാ അസ്അതു, ഞാനൊരു ചീത്ത കാര്യം തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതൊരു തിന്മയാണ് ചെയ്തത് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടൽ? ഖാലൻ നബിയു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സമിഅത, നീ കേൾക്കുകയാണെങ്കിൽ, ജീറാനക്ക, നിന്റെ അയൽവാസികൾ, യഖൂലൂന, അവർ പറയുകയാണ്, ഖദ് അഹ്സൻത, നീ ചെയ്തത് നന്മയാണ് എന്ന് നിന്റെ അയൽവാസികൾ പറഞ്ഞാൽ, അപ്പൊ നീ മനസ്സിലാക്കിക്കോ, നീ നന്മയാണ് ചെയ്തത്. അഥവാ അയൽവാസികൾക്ക് നമ്മെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയണം. അതാ പറയുന്നത്, പള്ളിയിൽ ഒന്നാമത്തെ സൊഫില ഹജ്ജ് 2 ചെയ്തിട്ടുണ്ട്, നോമ്പൊക്കെ നോൽക്കുന്നുണ്ട്, അപ്പൊ അതേ പൊട്ടിയും പ്രമാണവും തലയണൊക്കെ എടുത്ത് പള്ളിയിലേക്ക് ഇത്തിക്കാഫിന് പോകുന്നുണ്ട്. പക്ഷെ അയൽവാസികൾ നമ്മളെക്കുറിച്ച്, അവന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ, അതേപോലെ തന്നെ അവന്റെ ഇടപാടുകൾ, പൈസ വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്ന പതിവ്, അതേപോലെ തന്നെ വളരെ മോശമായ ഏഷ്യന് പരദൂഷണങ്ങൾ പറയല്, നാവ് കൊണ്ടും അതല്ലാതെ ഉപദ്രവം ഏൽപ്പിക്കൽ, ഇങ്ങനെ പലതുമാണ് നമ്മെക്കുറിച്ച് അയൽവാസി പറയുന്നത് എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, വൈദാ സമിഅതഹും യഖൂലൂൻ ഖദ് അസഅത, നീ മോശമാണ് എന്ന് അവർ പറഞ്ഞാൽ ഫഖദ് അസഅത, നീ മോശക്കാരനാണ്, നീ മോശക്കാരിയാണ്. അപ്പൊ നമ്മുടെ കൂടെ അയൽപ്പക്കങ്ങളിൽ സഹവസിക്കുന്ന ആളുകളോട് നന്മയിൽ വർത്തിക്കുകയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ നന്മ തിന്മകൾ വ്യവച്ഛേദിക്കപ്പെടുന്നതിന്റെ ഒരു മാനദണ്ഡമായി അയൽപ്പക്ക ബന്ധത്തിലൂടെ പ്രവാചകൻ അറിയിക്കുകയാണ്. ഇനിയോ നാലാമതായി, അയൽവാസിക്കുള്ള ഒരു നന്മയും അയൽപ്പക്ക ബന്ധത്തിൽ നമ്മൾ തടയാൻ പാടില്ല. അത് തടഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ വിജയിക്കുമെന്ന് വിചാരിക്കും. അവനക്ക് കിട്ടേണ്ട വല്ല കിറ്റ് മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഈഗോ ക്ലാഷ് ഉണ്ടാകും, പക്ഷെ അർഹനായിരിക്കും. വിഷയത്തിന്റെ യഥാർത്ഥ മെറിറ്റ് മനസ്സിലാക്കുന്ന സമയത്ത് അയൽവാസിയുടെ അടുത്തായിരിക്കും നീതി. എന്നാൽ നമ്മൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അയൽവാസിക്ക് ഗുണം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീക്കുപോക്ക് നടത്തി കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ വിജയിച്ചു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കം മിൻ ജാരിൻ, എത്രയെത്ര അയൽവാസികളാൽ, മുതഅല്ലിഖും ബിജാരിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ തന്റെ അയൽവാസികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. യഖൂൽ, ആ സമയത്ത് ഒരു അയൽവാസി പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, റബ്ബേ, ഹാദാ അഗ്ലക ബാബഹു ദൂനി, എന്നെ കൂടാതെ അവൻ അവന്റെ ബാബ് വാതിൽ അടച്ചു കളഞ്ഞതാണ്, എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഫമനഅ മഅറൂഫു, ഇനി അവന് മൈൻഡ് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, അവന്റെ നന്മയും അതല്ലാത്ത നന്മയും ഒക്കെ എനിക്ക് മുടക്കം ചെയ്ത ആളാണ് എന്ന് പടച്ചറബിന്റെ കോടതിയിൽ നീതി ഇഴകീറി പരിശോധിക്കപ്പെടുമ്പോൾ ബന്ധങ്ങൾക്കിടക്ക് ഉലച്ചിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിചാരം പോലും വിചാരണക്ക് വിധേയമാകുന്ന നാളിൽ അവിടെ നീതിക്ക് വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവരികയാണ്. ഹുസ്സില മാഫി സുദൂർ, മനസ്സിന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് അയൽവാസി നമുക്ക് എതിര് നിൽക്കുമ്പോൾ, എതിര് നിൽക്കുന്ന വിഷയത്തിൽ നമ്മുടെ അടുത്ത് ന്യായമില്ല എങ്കിൽ എന്തായിരിക്കുമെന്ന അവസ്ഥ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ അടുത്ത ഹദീസിൽ അൻ അബീ ഹുറൈറത്ത, നന്മ ചെയ്യുന്നിടത്ത് എത്ര നിസ്സാരമാണെങ്കിലും നമ്മൾ ഉദാസീനരാകരുത്, നിഷേധിക്കരുത് എന്നതിലേക്കുള്ള ഗൗരവം പ്രവാചകൻ അറിയിക്കുകയാണ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, ലാ യംനഉ ജാറുൻ ജാറഹു, ഒരു അയൽവാസിയും തന്റെ അയൽവാസിയെ തടയാൻ പാടില്ല. അയ്യഗ്രിസ ഖശബഹു ഫീ ജിദാരിഹി, തന്റെ ചുമരിലെ ഒരു മരക്കഷ്ണം ചാരി വെക്കാൻ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ പെർമിഷൻ കൊടുക്കാതിരിക്കാൻ പാടില്ല, കൊടുത്തോളണം.
നമ്മുടെ അയൽവാസി നമ്മളോട് ചോദിക്കാൻ, ഞാൻ ഈ മരക്കഷ്ണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രതീകാൻ, ഒരു സിമ്പലാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ മരക്കഷ്ണം ഇങ്ങനെ ചാരിക്കാൻ ചോദിച്ചോട്ടെ ഞാൻ കൊടുത്തോളാം എന്നല്ല മനസ്സിലാക്കേണ്ടത്. അതൊരു പ്രതീകം, ഒരു നന്മയിൽ. നമ്മുടെ അയൽവാസി വന്ന് ചോദിക്കുകയാണ്, വീട്ടിലേക്ക് വീട് പണി നടക്കുകയാണ്, അങ്ങോട്ട് ലോറി പോകൂല, വണ്ടി പോകൂല, അതുകൊണ്ട് നിങ്ങളുടെ മുറ്റത്ത് ഒരു ലോഡ് കല്ലിറക്കട്ടെ, അല്ലെങ്കിൽ ഒരു ലോഡ് എംസാൻ്റെ ഒരു യൂണിറ്റ് ഇറക്കട്ടെ, അത് അർബാനയിലെ തൊഴിലാളികളെ ഏൽപ്പിച്ച് കൊണ്ടുവന്ന് അത് 1-2 ദിവസങ്ങൾ കൊണ്ട് പറമ്പിലേക്ക് എത്തിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇറക്കാൻ കഴിയില്ല. ഇവിടെ അതാണ് ഇതാണ് പറഞ്ഞ ന്യായം കണ്ടെത്തി കഴിഞ്ഞാൽ അയൽപ്പക്ക ബന്ധത്തിൽ പ്രവാചക പാതയിലല്ല നമ്മൾ, പ്രമാണ പ്രതലത്തിലല്ല നമ്മൾ എന്ന് മനസ്സിലാക്കണം. അല്ലേ? കാരണം നിങ്ങൾ മരക്കഷ്ണം ചാരി വെക്കാൻ പെർമിഷൻ ചോദിച്ചാൽ അത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ ഇവിടെ ലോഡ് ഇറക്കിക്കോ, 1 യൂണിറ്റ് അല്ല 2 യൂണിറ്റ് ഇവിടെ ഇറക്കിക്കോ, എൻ്റെ വീട്ടിലേക്ക് ആണ്ട് വഴിയില്ല എന്ന് എനിക്കറിയില്ലേ, നിങ്ങൾ സാവകാശം നീ ചെയ്താൽ മതിയെന്ന്. ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ ഒന്ന് ഇവിടെ നിർത്തട്ടെ, ബൈക്കൊന്ന് ഇവിടെ നിർത്തട്ടെ, വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ വിശ്വാസബോധമുള്ള, പരലോകബോധമുള്ള, പ്രവാചക ചര്യയിൽ കണിശത കാണിക്കുന്ന, ഇതിലൊക്കെ കണിശത കാണിക്കേണ്ടത്. ആവശ്യമില്ലാത്ത ഏതെങ്കിലും തർക്കത്തിന്റെ ഹദീസിൽ കിടന്ന് ചുറ്റിമറിഞ്ഞ് അതിലിങ്ങനെ നൈരന്തര്യം ഉറപ്പുവരുത്തലല്ല. പ്രൊഡക്റ്റീവായ ബന്ധങ്ങൾ നന്നാക്കി തീർക്കുന്ന സാമൂഹിക അയൽപ്പക്ക ജീവിതത്തിൽ ആവശ്യമുള്ള ക്രിയേറ്റീവായ ഇടപെടൽ പ്രവാചകൻ പണ്ടേ പങ്കുവച്ചിട്ടുണ്ട്. അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയൽപ്പക്കമൊക്കെ മനോഹരമായി തീരും. അതല്ലെങ്കിൽ മതിൽ കെട്ടി മറയാക്കി മനമാകെ വിഷമാക്കി മുനക്കൂർത്ത വാക്കിന്റെ മുള്ളാൽ മുറിവാക്കി എന്നുള്ള അവസ്ഥ ഉണ്ടാകും. മതിലും കെട്ടും, മനസ്സിലും മതിൽ കെട്ടും, പിന്നെ തൊട്ടപ്പുറത്ത് ജീവിക്കുന്നവരെ കുറിച്ചും അവരോട് പാലിക്കേണ്ട മാന്യമര്യാദയെക്കുറിച്ചും ബന്ധമില്ലാത്ത മതകീയ ജീവിതം നയിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടും. അതുകൊണ്ടൊന്നും ഇഹലോകത്തും പരലോകത്തും ബെനിഫിറ്റ് ഇല്ല. മനസ്സിലായി നിങ്ങൾ? ആ ജാതി ഇസ്ലാമിക ജീവിതം കൊണ്ട് ഇഹലോകത്തും ബെനിഫിറ്റ് ഇല്ല, പരലോകത്ത് തീരുണ്ടാകൂല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ വിൽ ബി ദർ റിവാർഡ് ആൻഡ് വണ്ടർഫുൾ ലൈഫ് എന്നാണ്. ഈ ലോകത്തും പരലോകത്തും നന്മ മാത്രം നിർവഹിക്കപ്പെടും. ഇതിനാണ് ആയത്ത് അഹ്സന അമല എന്നത് ആദ്യം മോദി വെച്ചത്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 7-ാമത്തെ ആയത്തും 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തും. ഇനി വിഷയത്തിലേക്ക് വരിക. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണെന്ത്, ഒന്ന് ബൈക്ക് ഇവിടെ നിർത്തട്ടെ, ഓട്ടോറിക്ഷ ഈ സൈഡിലൊന്ന് നിർത്തട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ടത്, നീ ഓട്ടോറിക്ഷ സൈഡിൽ നിർത്തണ്ട, എൻ്റെ പോർച്ചിലെ സൗകര്യം കണ്ടില്ലേ, ഈ പോർച്ചിലേക്കാണ്ട് കയറ്റിട്ടാളാ, വെറുതെ മഴയും വെയിലും കൊണ്ടിട്ട് എന്തിനാ വാഹനം നശിപ്പിക്കണത്, നീ അതാ എൻ്റെ കാറിൻ്റെ സൈഡിൽ തട്ടാതെ അങ്ങോട്ട് കയറ്റി വെച്ചോ, ബൈക്ക് നീ ആണ്ട് കയറ്റി വെച്ചോ, കൊണ്ടുപോകുമ്പോൾ കൊണ്ടായാൽ മതി എന്ന ആ രൂപത്തിൽ പറയാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും ഒക്കെ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പ്രത്യക്ഷ പ്രകടനങ്ങളിലൂടെ നമ്മളൊരു അർമാദത്തിലും ഉപരിപ്ലവമായ ബഹളമയമായ മതകീയ ജീവിതത്തിലുമാണ് എന്നാണ്. അടുത്ത ഹദീസിലേക്ക് വരിക. എങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തു പോകാൻ നിങ്ങൾ ഉത്ബുദ്ധരാണ്, ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. എന്താണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ കുറവ് എവിടെയാണ്, അതിനെ ഹദീസ് എങ്ങനെയാണ് നികത്തുന്നത്, ഉത്ബോധിപ്പിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. ഇനിയോ അയൽവാസിയെ ഒരു നിലക്കും നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാൻ പാടില്ല. പല കേസുകളിൽ ഇടപെടുമ്പോൾ ചിലർ പറയും, അയൽവാസി മനുഷ്യ ഒന്നും കണ്ട് ചെയ്യണ്ട, ഒരു ഉപകാരവും ചെയ്യണ്ട, മറിച്ച് ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന എത്ര അയൽപ്പക്കങ്ങളുണ്ട്. അയൽവാസിയുടെ ഉപദ്രവം സഹിക്കവയ്യാതെ വീട് വിട്ട് നാട് വിട്ട് പോയ ആളുകളുണ്ട്. ഒരു സെന്റിന് 10,000 നഷ്ടത്തിലായാലും വേണ്ടിയില്ല, ആ മനുഷ്യന്റെ അയൽവാസിയായി ജീവിക്കാൻ കഴിയില്ല. ചില ഡോർ ഓപ്പൺ ചെയ്യൂല, അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ അയൽവാസിയാണ് കാണുക എന്നതാണ്. ആ ഒരു അവസ്ഥ ഇസ്ലാമിക കുടുംബങ്ങളിൽ, ഇസ്ലാമിക ബന്ധങ്ങളിൽ, ഇസ്ലാമിക മഹല്ലുകളിൽ, ഇസ്ലാമിക അയൽപ്പക്കങ്ങളിൽ ഒരിക്കലും മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമന്യേ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താ, അയൽവാസിയുടെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പരസ്പര അയൽവാസികളാണ്. ഇപ്പം എൻ്റെ അയൽപ്പക്കത്തിന് 5-6 വീടുണ്ട് എങ്കിൽ ആ ലാസ്റ്റ് വീടിൻ്റെ അപ്പുറത്ത് കുറേ വീടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ അയൽവാസിയുടെ അയൽവാസിയായിരിക്കും. അങ്ങനെ ഒരു മഹല്ലിലെ, ഒരു നാട്ടിലെ, ഒരു പ്രദേശത്തെ എല്ലാ ആളുകളും പരസ്പരം അയൽവാസികളാകുമ്പോൾ ഈ പറയും വിധത്തിൽ പ്രവാചക ചര്യ അനുസരിച്ച് അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ അയൽപ്പക്ക ബന്ധം നല്ല രൂപത്തിലാക്കി തീർക്കുമ്പോൾ ഒരു നാട് സുരക്ഷിതത്വമുള്ള, ക്ഷേമമുള്ള, സമാധാനമുള്ള, വിശ്വസ്തതയുള്ള, നന്മകൾ പങ്കുവെക്കുന്ന നല്ലൊരു പ്രദേശവും നാടും മഹല്ലുമായി മാറും. ഒരിക്കലും അയൽവാസി ഉപദ്രവിക്കാൻ പാടില്ല. വഴി തടസ്സപ്പെടുത്തി ഉപദ്രവിച്ച ആളുകളെ അങ്ങനെ അവസാനം കൊലപാതകം വരെ നടന്ന എത്ര റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കാറുണ്ട്. വല്ലാഹി ലാ യുഅ്മിൻ 3 തവണ പ്രവാചകൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ്, ആരുടെ ഉപദ്രവത്തിൽ നിന്നാണോ അയൽവാസി നിർഭയനായി തീരാത്തത് എങ്കിൽ അവൻ വിശ്വാസിയാവുകയില്ല. അതിലേക്ക് ഒരു ഹദീസ് നേരത്തെ പറയാത്തത്, അൻ അബീ ഹുറൈറത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ പറയാ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും പടച്ചറബിലും വിശ്വസിക്കുന്നവരാരാണോ, ഫലാ യുഅ്ദി ജാറഹു, അവർ അവരുടെ അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടില്ല. നാവ് കൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല, അവയവം കൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല, മറ്റ് പല നിലക്കും ഉപദ്രവിക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ പടച്ചറബിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ.
നമ്മൾ ആലോചിക്കണം. ഇനി ആറാമതായി, സ്വർഗത്തിൽ കടക്കാനാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ സ്വർഗത്തിൽ കടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നിടത്ത് അയൽവാസിക്ക് പങ്കുവച്ചിട്ടുണ്ട് ഇസ്ലാം. ലാ യദ്ഖുലുൽ ജന്ന മല്ലാ യഅ്മനു ജാറുഹു ബവായിഖു. ആരുടെ ഉപദ്രവത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമാണോ അയൽവാസി സുരക്ഷിതനായി തീരാത്തത് എങ്കിൽ അവൻ, ആ ഉപദ്രവം ഉണ്ടാക്കുന്നവൻ, പ്രയാസം ഉണ്ടാക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നമ്മളൊക്കെ നമ്മുടെ ജീവിതം ആലോചിക്കുക. ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് സഹാബികൾ ഒരു മസ്അല ചോദിക്കുകയാൽ, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖീല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, ഇന്ന ഫുലാനത്തൻ, ഒരു പെണ്ണുണ്ട്, ഒരു സ്ത്രീയുണ്ട്, തഖൂമുൽ ലൈല, രാത്രി നിസ്കാരത്തിനൊക്കെ പങ്കെടുക്കും, വതസൂമുൻ നഹാറ, പകലിൽ നോമ്പനുഷ്ഠിക്കും, വതഫ്അൽ വതസദ്ദഖ്, ചില ധർമ്മങ്ങളൊക്കെ നിർവഹിക്കും. പക്ഷെ അവൾക്കൊരു പ്രശ്നമുണ്ട്, വതുഅദി ജീറാനഹാ ബിലിസാനിഹ, അവൾ അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ പ്രയാസപ്പെടുത്താറുണ്ട്. നാവ് കൊണ്ട് ഏശനി പരദൂഷണങ്ങളും അനാവശ്യ കാര്യങ്ങളും പ്രചരിപ്പിക്കാറുണ്ട്, നാവ് കൊണ്ട് വേദനിപ്പിക്കാറുണ്ട്. എന്താണ് അവളുടെ അവസ്ഥ? രാത്രി തറാവീഹിനുണ്ടാകും, പകൽ നോമ്പുകാരിയായിരിക്കും, പല കർമ്മങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അയൽപ്പക്ക ജീവിതത്തിൽ. ഫഖാല റസൂലുള്ളാഹ്, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ റസൂൽ പറഞ്ഞത്? ലാ ഖൈറ ഫീഹ, അവളിൽ യാതൊരു നന്മയുമില്ല. ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകത്തിലാണ് എന്ന്. അപ്പൊ അനുഷ്ഠാന മുറയൊക്കെ ചെയ്തു, നിസ്കാരം നിസ്കരിച്ചു, അതേപോലെ രാത്രി നിസ്കരിച്ചു, അതുപോലെ പകല് നോമ്പനുഷ്ഠിച്ചു, എന്നിട്ടും അവള് നരകത്തിലാണ് എന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം അയൽവാസിയെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഭാര്യയുടെ നാവിന്റെ കൾച്ചർ എന്താ? നമ്മുടെ മാതാവിന്റെ നാവിന്റെ കൾച്ചർ എന്താ? നമ്മുടെ അയൽപ്പക്കത്ത് പിതാവിന്റെ നാവിന്റെ കൾച്ചർ എന്താ? ആലോചിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാക്കി നിഷ്പ്രഭമാക്കി തീർക്കുന്ന രൂപത്തിലാണോ, അതല്ല അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമോ? ഇതേപോലെ സഹാബികൾ ചോദിച്ചു, ഖാലു വഫുലാനത്തൻ, ഒരു പെണ്ണുണ്ട് പ്രവാചകരെ, തുസല്ലി അൽ മക്തൂബ, അവൾ നിസ്കരിക്കും, പക്ഷേ തറാവീനൊന്നും ചിലപ്പോൾ ഉണ്ടാകൂല, സുന്നത്ത് നിസ്കാരം വല്ലാതെ ഉണ്ടാകൂല, നിർബന്ധ നിസ്കാരം കൃത്യമായി നിസ്കരിക്കും. വതസദ്ദഖു ബി അത്വാരിൻ, അവൾ ചില ചെറിയ ചെറിയ വസ്തുക്കൾ കൊണ്ട് അവൾ എന്ത് ചെയ്യും? അവള് ഉണങ്ങിയിട്ടുള്ള ചില വെണ്ണക്കട്ടകളൊക്കെ ദാനധർമ്മം ചെയ്യും, അയൽവാസികൾക്കൊക്കെ കൊടുക്കും. ആ ബന്ധം നന്നാക്കും, അവള് ചില നന്മകളൊക്കെ ചെയ്യും. അതേപോലെ തന്നെ അവൾ എന്ത് ചെയ്യും? അധികം കർമ്മങ്ങളൊന്നും നിർവഹിക്കാറില്ല, നിർബന്ധ കർമ്മങ്ങൾ നിർവഹിക്കാറില്ല, നിർബന്ധ കർമ്മങ്ങൾ നിർവഹിക്കും, ഐച്ഛിക കർമ്മങ്ങൾ നിർവഹിക്കാറില്ല, എന്താ അയൽവാസി ഉപദ്രവിക്കാറുമില്ല. എന്താണ് അവളെ പറ്റി പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ എവിടെയാണ്? അവള് ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ് എന്ന്. അവ നിർബന്ധ നിസ്കാരം മാത്രം, ഐച്ഛിക നിസ്കാരങ്ങൾ അധികമില്ല, അയൽവാസിക്ക് ഉപകാരം ചെയ്യും, അയൽവാസി ഉപദ്രവിക്കൂല. അവളുടെ ഫത്വ എങ്ങനെയാ? അവൾ സ്വർഗത്തിലാണ് എന്ന്. എന്നാൽ നോമ്പനുഷ്ഠിക്കും, രാത്രി നിസ്കരിക്കും, പലതും ചെയ്യും, കൂടെ അയൽവാസിയെ നാവുകൊണ്ട് ഉപദ്രവിക്കും. അവളുടെ ഫത്വ എന്താ? പ്രവാചകൻ പറഞ്ഞത് അവൾ നരകത്തിലാണ് എന്നാണ്. അവ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് അടുക്കുവാനും അനുഷ്ഠാന മുറകളും ആരാധനകളും ദിക്ർ ദുആകളും ഇസ്തിഗ്ഫാറും തൗബയും ഖുർആൻ പാരായണവും മാത്രമാക്കി പരിമിതപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിലൂടെയൊക്കെ ലഭിക്കേണ്ട മനുഷ്യബന്ധങ്ങളിലെ അയൽപ്പക്ക ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റിയും, അയൽപ്പക്ക ബന്ധങ്ങളിൽ ഒരു നിലക്കും ഒരു തരിമ്പും തിന്മകൾ ചെയ്യുന്നില്ല, പ്രയാസപ്പെടുത്തുന്നില്ല എന്ന കൺഫർമേഷൻ, ഉറപ്പുവരുത്തൽ, ക്ലാരിറ്റി, ലൈഫ് അവയർനെസ് തീർച്ചയായിട്ടും നമുക്കുണ്ടാകണമെന്നാണ് ജീവിതാവബോധം. ഏഴാമതായിട്ട് അയൽവാസികൾ, ഇപ്പം നന്മയും ഉപദ്രവമൊക്കെ ചെയ്യണല്ലോ, ഇനി അയൽവാസികളോട് ചെയ്യുന്ന തിന്മകളുടെ ഗൗരവം എത്രത്തോളമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ തിന്മ ചെയ്യും, പല ആളുകൾ മോഷണം നടത്തും, വ്യഭിചരിക്കും, ലൈംഗിക അധപ്പതനങ്ങൾ, തോന്നിവാസങ്ങൾ പലതും ഉണ്ടാകുമല്ലോ. എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു തിന്മ അയൽവാസിയിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അയൽപ്പക്കത്തിന് പുറത്തുള്ളവരോട് ആ തിന്മ ചെയ്യുന്നതുമായി തുലനം ചെയ്തത് പ്രവാചകൻ എങ്ങനെയാണ്? അപ്പോഴാണ് അയൽവാസിയോട് നിർവഹിക്കുന്ന തിന്മയുടെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുക. അനിൽ മിഖ്ദാദ് ഇബ്നു അംർ ഇബ്നുൽ അസ്വദ് മാ തഖൂലൂൻ, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ സഹാബികൾ ഇരിക്കുമ്പോൾ ചോദിച്ചു, മാ തഖൂലൂന ഫി സിന, വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വ്യഭിചാരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖാലു, സഹാബികൾ പറഞ്ഞു, ഹറാമുൻ, അത് നിഷിദ്ധമാണല്ലോ. ഹറമല്ലാഹു വറസൂലു, അല്ലാഹുവും റസൂലും അത് നിഷിദ്ധമാക്കിയതല്ലേ. ഫൗവ ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ പ്രവാചകരെ അത് നിഷിദ്ധമാണല്ലോ. ഖാല ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലി യസ്നിയ റജുലു, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ വ്യഭിചരിക്കുകയാണ്, ബി അശരി നിസ്വത്തിൻ, 10 സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നു. 10 സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നത് ഐസർ, അത് ലഘുവായതാണ്. അലി മിൻ അൻ യസ്നിയ ബി ഇംറാത്തി ജാരി, അയൽപ്പക്കത്തുള്ള സ്ത്രീയോട് വ്യഭിചരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തുമ്പോൾ പുറത്തുള്ള
10 സ്ത്രീയെ വ്യഭിചരിക്കുന്നതിനേക്കാളും പിന്നെ ഏറ്റവും കഠിനമായതാണ് അയൽവാസിയെ ഉപവിചരിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പുറത്തു പോയി വ്യഭിചരിച്ചോളണം എന്നല്ല, മറിച്ച് അയൽവാസികൾ തമ്മിലുള്ള ബന്ധം വിശ്വസ്തമായി തീരണം. പുതിയ കാലത്ത് പ്രവാചകൻ പറഞ്ഞ ഈ സദാചാര ധാർമ്മിക ലൈംഗിക വിശുദ്ധിയുടെ പാഠവും അതിൻ്റെ അർത്ഥതലങ്ങളുമൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ തിന്മ മനസ്സാ വാചാ കർമ്മണ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഗൗരവമാണ് എന്ന് മനസ്സിലെത്തി തഖ്വയിലേക്ക് തിരിച്ചു നടക്കും. മുന്നിലേക്ക് വെച്ച കാൽപാദം പിന്നിലേക്ക് വെക്കും. കാരണം ഒരിക്കലും ഞാൻ അതിലേക്ക് അടുക്കാൻ പാടില്ലാത്ത ഗൗരവത്തിലാണ് അയൽപ്പക്ക വിഷയത്തിൽ അധാർമിക അനാശാസ്യവൽക്കരണത്തെ പ്രവാചകൻ താക്കീത് നൽകിയിട്ടുള്ളത് എന്ന്. ഇനി മാ തഖൂലൂന ഫി സരിഖ, മോഷണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സഹാബികളോട് പ്രവാചകൻ ചോദിച്ചു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു ഹറമഹല്ലാഹു വറസൂലു, അല്ലാഹു റസൂൽ അത് നിഷിദ്ധമാക്കിയതല്ലേ, അള്ളാഹു റസൂൽ മോഷണം നിഷിദ്ധമാക്കിയതല്ലേ, ഭവനവേദനം പാടില്ലല്ലോ എന്ന്. ഹറാമൻ, അത് ഹറാമല്ലേ? കാല, അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ മോഷണം നടത്തുക എന്ന് പറയുന്നത് മിൻ അശറത്ത് അബിയാത്തിൻ 10 വീടുകളിൽ നിന്ന് മോഷണം നടത്തല് ഐസർ, അത് ലഘുവായതാണ്. മിൻ ഐ യസ്രിക മിൻ ജാരി, അയൽപ്പക്ക ഭവനവേദനത്തെ സംബന്ധിച്ചിടത്തോളം അയൽവാസിയുടെ വീട്ടിൽ കയറി മോഷണം നടത്തല് അത് ഗൗരവമാണ്. എത്രത്തോളം? പുറത്തുള്ള 10 വീട്ടിൽ നിന്ന് മോഷണം നടത്തുന്നതിനേക്കാൾ, പുറത്തുള്ള 10 വീട്ടിൽ നിന്ന് മോഷണം നടത്തുന്നതിനേക്കാൾ കഠിനമായതാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ടീം കൂടിയിട്ട് അയൽവാസിനെ മോഷിക്കണ്ട കേട്ടോ, നമ്മളൊരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യുക, മോഷണം നടത്താൻ പ്ലാൻ ചെയ്യുക. അത് എത്ര വലിയ തെറ്റുണ്ടാകില്ല എന്ന് വിചാരിക്കാനല്ല, മറിച്ച് അയൽപ്പക്കവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ജാതി തിന്മകൾ പ്രചരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കി കൊള്ളണേ എന്ന നിലക്കാണ് പ്രവാചകൻ അത് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അവസാനത്തിലേക്ക് കടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ്, ഈ വിഷയം ഖുതുബയിലോ ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ, ക്ലാസ്സിൽ കേൾക്കുമ്പോൾ, ഖുതുബ ശ്രദ്ധിക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഹദീസിലേക്കാണ് ഞാൻ നിങ്ങളുടെ കണ്ണും കാതും കരളും ശ്രദ്ധയും ഒക്കെ ക്ഷണിക്കണത്. ഈ ഹദീസിന്റെ കോണ്ടക്സ്റ്റ് ആദ്യം പറയാം. പ്രവാചകൻ ഒരാളോട് ഇങ്ങനെ വർത്താനം പറയാൻ, അതല്ലെങ്കിൽ പ്രവാചകനോട് ഒരാളിങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ഗൗരവപ്പെട്ട വിഷയങ്ങൾ പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വലിയ ഉപദേശങ്ങളൊക്കെ നൽകുന്നത് പോലെ. പ്രവാചകന് ഇരിക്കാൻ സമയം കൊടുക്കണില്ല. തൊട്ടകലെ ഒരു സഹാബി ഇങ്ങനെ നിന്ന് ഇത് കാണാൻ, അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാണുന്ന സഹാബിക്ക് തോന്നി, പ്രവാചകനൊന്ന് ഇരിക്കാൻ സമ്മതിച്ചൂടെ, ഇങ്ങനെ നിന്നിട്ട് എന്തിനാണ് ഈ രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കണത് എന്ന്, പ്രവാചകനക്ക് പ്രയാസമാകണ്ടല്ലോ എന്ന്. പിന്നെ ആ മനുഷ്യൻ പോയി പ്രവാചകന്റെ അടുത്തുനിന്ന്, ഈ സഹാബി കണ്ടു നിന്ന സഹാബി പ്രവാചകന്റെ സന്നിധാനത്തേക്ക് സമീപത്തേക്ക് വന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകനെ താങ്കൾക്ക് പ്രയാസമായില്ലേ എന്ന്. ആ മനുഷ്യൻ ഇങ്ങനെ, ഞാൻ വരുമ്പോൾ അങ്ങനെ മനുഷ്യൻ പോവാൻ, അപ്പോൾ താങ്കൾക്ക് ഞാൻ അയാളുടെ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ച്, കാരണം താങ്കൾക്കൊന്ന് ഇരിക്കാൻ സമയം നൽകാതെ ഈ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞാലോ എന്താ ചെയ്യുക എന്ന്. അപ്പോൾ ആ സമയത്ത് നീ സലാം പറഞ്ഞുകൂടായിരുന്നു വന്നപ്പോൾ എന്ന്, നീ സലാം പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ മടക്കുമായിരുന്നു എന്ന്. മാത്രമല്ല അത് ആരാണ് എന്ന് നിനക്കറിയാതെ, മനുഷ്യനല്ല, അത് ജിബ്രീലാണ്, അത് മലക്ക് ജിബ്രീലാണ് ആ പോയത് എന്ന്. നീ സലാം പറഞ്ഞാൽ ജിബ്രീൽ മടക്കി പോകുമായിരുന്നു എന്ന് പറയാൻ. അപ്പോൾ പറയും, എന്താ ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞത് എന്ന്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, അൻ ഇബ്നു ഉമറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ സാല ജിബ്രീൽ യൂസിനി, ജിബ്രീൽ എനിക്കിങ്ങനെ വസിയത്ത് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, സ്റ്റിൽ ഗോയിങ് ഓൺ, ഒരു കർമ്മം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രയോഗമാണ് ലാ യസാലു ലാ തസാലു മാ സാല മാ സാലത്തി എന്നൊക്കെ പറയുന്നത്. ആ പ്രയോഗമാണ് പ്രവാചകൻ ഇവിടെ പ്രയോഗിച്ചത്. മാ സാല ജിബ്രീൽ യൂസിനി, ജിബ്രീൽ എനിക്കിങ്ങനെ ഉപദേശം നൽകിക്കൊണ്ടേയിരുന്നു, ബിൽ ജാരി, അയൽവാസിയുടെ വിഷയത്തിൽ, ഹത്താ വനൻതും, അങ്ങനെ ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയുവരിസുഹു, അയൽവാസി അനന്തര സ്വത്തിൽ അവകാശമെടുക്കുമെന്ന്. മാഷാ അല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അയൽവാസിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഞാനപ്പം അങ്ങനെ ഊഹിച്ചു പോയി, പടച്ചോനെ പറഞ്ഞ് അനന്തര സ്വത്തിൽ അയൽവാസിക്ക് ഇടം കൊടുക്കുന്നിടത്തോളം ജിബ്രീൽ എനിക്ക് വസിയത്ത് നൽകുമോ എന്ന് ഞാൻ പറഞ്ഞുപോയി എന്ന് എനിക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സഹാബിയോട് ജിബ്രീൽ പറയാൻ. അപ്പോൾ ആലോചിക്കണം, നമ്മൾ അയൽവാസിക്ക് അനന്തര സ്വത്തിൽ വരെ ഇടം കൊടുക്കുന്നവർ, ആ ബന്ധത്തിൽ എത്രത്തോളം നിങ്ങൾ പരിപാവനമാക്കി തീർക്കണം, നല്ല സഹവാസമാക്കി തീർക്കണം, മാന്യമാക്കി തീർക്കണം, സുഹൃതപൂർണ്ണമാക്കി തീർക്കണം എന്ന് പറയാം. ഞാൻ ഈ ഹദീസ് വായിച്ചപ്പോൾ അതിൻ്റെ വരികൾക്കിടയിൽ മറ്റൊരു വായനയാണ് നടത്തിയത്. അയൽവാസിയോട് ഈ രൂപത്തിൽ ബന്ധം കാത്തു സൂക്ഷിക്കാൻ അനന്തര സ്വത്തിലും അതല്ലാത്തിടത്തോളം ചിന്ത പങ്കുവച്ച ഇസ്ലാം അവർ രക്തബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ വൈവാഹിക ബന്ധങ്ങളിൽ എത്രത്തോളം നമ്മൾ അതിൻ്റേതായിട്ടുള്ള മാന്യതയും
ബന്ധവിശുദ്ധിയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ രക്തബന്ധങ്ങളിൽ ഒരേ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന സഹോദരനും സഹോദരിയും അതല്ലെങ്കിൽ സഹോദരന്മാർ 1/2 സെന്റിന് വേണ്ടി 1/4 സെന്റിന് വേണ്ടി അടിപിടി കൂടി പരലോകത്തേക്കുള്ള അമലുകളൊക്കെ നിഷ്ഫലമാക്കുന്ന എത്ര രംഗങ്ങൾ കുടുംബ ബന്ധങ്ങളിലുണ്ട്. അയൽവാസിക്കടക്കം കൊടുക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞാൽ അയൽവാസിയേക്കാൾ വലിയ ബന്ധവിശുദ്ധി കാണിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതിന് എത്ര നിസ്സാരമായി കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്കിൽ അടുത്ത ഹദീസ് അൻ അബീ ദർറിൻ, അവസാനത്തിലേക്ക് ഫിനിഷിങ്ങിലേക്ക് പോകാൻ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറയാൻ ഇനക്ക് ഈ അനന്തര സ്വത്തും അതല്ലാത്ത നന്മയൊക്കെ പറഞ്ഞപ്പോൾ പ്രാക്ടിക്കലായി പ്രവാചകൻ അബൂ ദർർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണെന്ത്, അബൂ ദർർ റളിയല്ലാഹു അൻഹുവിനോട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയൊക്കെയാണ് അയൽവാസിയായിട്ടുള്ള സഹവാസം ഉറപ്പിക്കേണ്ടത് എന്ന്. യാ അബാ ദർറെ, ഇടയ്ക്ക് പോകുന്ന ആളുകൾ ആ കളക്ഷൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, എന്തെങ്കിലുമൊക്കെ നൽകാൻ. യാ അബാ, അതല്ലാത്തവർക്ക് അവസാനവും നൽകാം. യാ അബാ ദർറിൻ, അബൂ ദർറെ ഇദാ തബഖത, നീ പാചകം ചെയ്തു കഴിഞ്ഞാൽ, വീട്ടിൽ നീ പാചകം ചെയ്താൽ മറക്കത്തിന് വല്ല കറിയും ഉണ്ടാക്കുകയാണെങ്കിൽ ഫഅക്സിർ മാഅഹ, നീ എന്ത് ചെയ്യണം, ആ കറിയിൽ കുറച്ച് വെള്ളം ചേർക്കണം. വതആഹദ് ജീറാനക, എന്നിട്ട് നിന്റെ അയൽവാസിയെ പരിഗണിക്കണം എന്ന് പറയാം. ആലോചിച്ച് നോക്കണം. കറിയിൽ കുറച്ച് വെള്ളം ചേർത്താലും വേണ്ടിയില്ല, കാരണം പ്രവാചകന്റെ കാലാൻ, അങ്ങേറ്റം വിശപ്പും പ്രയാസമുള്ള കാലാൻ. എന്നിരുന്നാലും വേണ്ടിയില്ല, കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും, കുറച്ചാണ് വെള്ളം ചേർത്താലാ. എന്നാലും ആ നീട്ടിയ കറി എന്ത് ചെയ്ത് നിന്റെ അയൽവാസിക്ക് നീ കൊണ്ടുപോയി കൊടുക്കുക അബൂ ദർറെ, എന്നിട്ട് അയൽവാസിയെ നീ പരിഗണിക്കുക എന്ന് പറയാൻ. ഇനി സ്ത്രീകളോട് പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിഷയം പ്രവാചകൻ പറയുക. അൻ അബീ ഹുറൈറത ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ യാ നിസാ അൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന, നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. ജാറത്തുൻ ലി ജാറത്തിഹ, ഒരു അയൽവാസിയും തൻ്റെ അയൽവാസിയെ പരിഗണിക്കാതിരിക്കരുത്, നിസ്സാരവൽക്കരിക്കരുത്. എത്രത്തോളം നിങ്ങൾ പരിഗണിക്കണം. വലൗ ഫിർസന ഷാത്തിൻ, ഒരാടിൻ്റെ കുളമ്പായാലും വേണ്ടിയില്ല, അത് കൊടുത്തുകൊണ്ടായിരുന്നാലും നിങ്ങൾ അയൽവാസിയെ പരിഗണിക്കണം എന്ന് പറയാൻ. ചിലയിൽ നിങ്ങൾ അയൽവാസിയെ പരിഗണിക്കണം. ആടിൻ്റെ കുളമ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ സൽക്കാരൊക്കെ കഴിഞ്ഞ് സൽക്കാരിക്കാൻ കുടുംബക്കാരൊക്കെ എല്ലാവരും വന്ന് തിന്ന് കഴിച്ചപ്പോൾ മജ്ബൂസ് ബാക്കിയായി, പീസൊന്നുമില്ല, ഒരാടിൻ്റെ കുളമ്പ് മാത്രമാണ് ഉള്ളത്, അതാണ്ട് കൊണ്ട്